നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും 21 ദിവസത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എങ്ങനെ നിറവേറ്റിയെടുക്കാം എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. തുടർച്ചയായി പല വിധത്തിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും സ്വിച്ച് വേർഡുകളെക്കുറിച്ചും ആത്മീക യാത്ര എന്ന ഈ ചാനലിലൂടെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതിൽ പലർക്കും അനുഭവങ്ങൾ അവർ കമൻറ്റ് ബോക്സുകളിലൂടെ അറിയിക്കുന്നുണ്ട്. മറ്റു ചിലരാകട്ടെ എത്ര തന്നെ കാര്യങ്ങൾ ചെയ്താലും മാഡം പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്, എങ്കിലും ഞങ്ങൾക്ക് ഇതുവരെയും അതിൻ്റെ യാതൊരുവിധ ഫലവും ലഭിക്കുന്നില്ല എന്ന് പറയുന്നവരും ഒരുപാട് പേരുണ്ട്. പക്ഷേ നമ്മുടെ ശ്രമങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം നമ്മുടെ ആഴമായ മനസ്സിലേക്ക് കടത്തിവിടുകയും ആ ആഗ്രഹം നടന്നു കിട്ടുവാനായി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചം ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ച കാര്യം നിറവേറ്റി തരില്ല എന്ന് പറയുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ശ്രമങ്ങൾ തുടരുകയാണ് ചെയ്യേണ്ടത് ഒഴികെ എനിക്ക് ഈ മെത്തേഡുകളൊന്നും ഫലം തരുന്നില്ല, ഇതെല്ലാം വെറുതെയാണ് എന്ന് പറഞ്ഞ് എപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചൊരു നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ വരുന്നുവോ അവിടെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാതെ പോകുകയാണ് സാധാരണ പതിവ്. ഇത് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് അറിഞ്ഞ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പ്രധാനമായും നമ്മൾ പറയുന്നത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ശ്രമിച്ചു നോക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിന് ഫലം ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്കിത് കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ മാത്രമേ ആ കാര്യം നമ്മളിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. അങ്ങനെ വിശ്വാസമുള്ളവർ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുവാനായിട്ട് ശ്രമിക്കുക. അല്ലാത്തവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് ആ മെത്തേഡ് എന്ന് കാണാം. ഈ മെത്തേഡിനായിട്ട് നമ്മൾ പണത്തിനു വേണ്ടി മാത്രമാണോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടി മാത്രമാണോ എന്നൊന്നും പ്രത്യേകിച്ച് ഇല്ല. ഏത് കാര്യങ്ങളും നിറവേറ്റിയെടുക്കുവാനായിട്ട് ഈ മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ്. ഇനി ഇത് എന്ന് മുതൽക്കാണ് ചെയ്തു തുടങ്ങേണ്ടത് എന്നാൽ നിങ്ങൾ എപ്പോൾ മുതൽ ഈ വീഡിയോ കാണുന്നു, ഉദാഹരണത്തിന് ഇന്ന് കാണുകയാണെങ്കിൽ നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയം തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. ഇതിനായിട്ട് വലിയ ചിലവുകളൊന്നും തന്നെ ഇല്ല. പൂജാമുറിയിൽ ചെന്നിരിക്കണമെന്നോ കുളിക്കണമെന്നോ എന്നൊന്നും തന്നെ ഇല്ല. നിങ്ങൾ ആദ്യം രാവിലെ എഴുന്നേൽക്കേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്താണ്. ഉദാഹരണത്തിന് ഒരു 4 മണി മുതൽക്ക് 5 മണി വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾ ഇവിടെ ഞാൻ പറയുവാൻ പോകുന്ന ഈ മെത്തേഡ് പ്രയോഗിച്ച് നോക്കേണ്ടതാണ്. അതിനായിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള, അതായത് യാതൊരുവിധ കാര്യങ്ങളോ കീറാത്തതോ ആയിട്ടുള്ള ഒരു നോട്ട് പുസ്തകമോ അല്ലെങ്കിൽ നമുക്ക് ഒരു A4 ഷീറ്റോ നമുക്ക് എടുക്കാവുന്നതാണ്. മാത്രമല്ല നമുക്ക് നീല നിറത്തിലുള്ള മഷിയുള്ള ഒരു പേനയും ആവശ്യമാണ്. ഇനി നമ്മൾ രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ നമ്മുടെ ഉള്ളം കയ്യിൽ നോക്കി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് മന്ത്രമാണോ ജപിക്കുന്നത് അത് ചൊല്ലാവുന്നതാണ്. മാത്രമല്ല ബെഡിൽ ഇരുന്നു കൊണ്ടോ താഴെ തറയിൽ ഇരുന്നു കൊണ്ടോ നമുക്ക് എന്താണോ ആവശ്യം ആ കാര്യം നമ്മളിലേക്ക് എത്തിച്ചു തന്ന പ്രപഞ്ചത്തിന് ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ആ പേപ്പറിലോ അല്ലെങ്കിൽ ആ ഡയറിയിലോ അല്ലെങ്കിൽ ആ നോട്ട് പുസ്തകത്തിലോ ഞാൻ ഒരു കോടീശ്വരനാണ്, ഞാൻ ഒരു ബുദ്ധിശാലിയാണ്, ഞാൻ ഒരു ആരോഗ്യവാനാണ്, എനിക്ക് ആവശ്യമായതെല്ലാം ഈ പ്രപഞ്ചം തന്ന് അനുഗ്രഹിച്ചതിന് നന്ദി എന്ന് എഴുതാവുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ തുടർച്ചയായി ഞാൻ ഒരു കോടീശ്വരനാണ്, ഞാൻ ഒരു ബുദ്ധിശാലിയാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഈ പ്രപഞ്ചം എനിക്ക് തന്ന് അനുഗ്രഹിച്ചതിന് നന്ദി എന്ന് ഇങ്ങനെ 21 തവണയാണ് നിങ്ങൾ എഴുതേണ്ടത്. 1, 2, 3 എന്നിങ്ങനെ അക്കമിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഇത് എഴുതുമ്പോൾ ഇപ്പോൾ ഞാനൊരു കോടീശ്വരനാണ് എന്ന് എഴുതുമ്പോൾ നിങ്ങളൊരു കോടീശ്വരനായ ആ ഒരു ഭാവത്തിൽ തന്നെ നിങ്ങൾ എഴുതേണ്ടതാണ്. അതായത് നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചൊരു ഫീലിങ്സ് കൊണ്ടുവരേണ്ടത് നിർബന്ധമാണ്. ഇനി ഞാൻ നല്ല ബുദ്ധിശാലിയാണ്, കാരണം നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ 10 രൂപ സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ബുദ്ധിശാലിയാണ് എന്ന് എഴുതണം. ഇനി ബുദ്ധിയുണ്ട്, കോടീശ്വരനാണ്, എല്ലാം ഓക്കെയാണ്, പക്ഷെ ആരോഗ്യമില്ലെങ്കിൽ നമുക്കിതൊന്നും തന്നെ നേടിയെടുക്കുവാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് മൂന്നാമതായി എഴുതേണ്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ ആരോഗ്യവാനാണ്, അതായത് നമുക്ക് അസുഖങ്ങളൊന്നും തന്നെ ഇല്ല. ഇതെല്ലാം തന്ന് അനുഗ്രഹിച്ച ഈ പ്രപഞ്ചത്തിനോടായിരിക്കണം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കേണ്ടത്. ഇങ്ങനെ 21 തവണ നമ്മൾ 21 ദിവസം തുടർച്ചയായി എഴുതേണ്ടതാണ്. ഇത് എഴുതുമ്പോൾ തന്നെ
നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, ആദ്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കുമല്ലോ. ആ കാര്യം അത് ഏതാണ് എന്ന് നിങ്ങൾ ദിവസവും 21 ദിവസവും നിങ്ങൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചതിനു ശേഷം മാത്രം നിങ്ങൾ ഇങ്ങനെ എഴുതുവാനായിട്ടിരിക്കുക. ഉദാഹരണത്തിന്, നമുക്ക് ആരോടെങ്കിലും ഒരു 10 ലക്ഷം രൂപ പണമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് വാങ്ങിയ തുക നമുക്ക് തിരികെ തരുവാനുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ കാറ് വാങ്ങിക്കുവാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് പുരോഗമനത്തിലേക്ക് വരണം എന്ന ആഗ്രഹമുള്ളവരെല്ലാം അതേ രീതിയിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആദ്യം അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിൻ്റെ ഒരു ഫീലിങ്സ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പിന്നീട് 21 തവണ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ എഴുതാവുന്നതാണ്. ഇങ്ങനെ 21 ദിവസവും നിങ്ങൾ എഴുതി നോക്കുക. തീർച്ചയായും നിങ്ങൾ ചോദിച്ച കാര്യം ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. കാരണം ഏകദേശം ഒരു 10-15 മിനിറ്റ് മാത്രമേ ഇതിനായിട്ട് നമ്മൾ സമയം മാറ്റി വെക്കുന്നുള്ളൂ. ഈ സമയം അത്രയും പ്രപഞ്ചവും നമ്മളും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചതിനു ശേഷം നമ്മൾ അതിൻ്റെ ഒരു ഫീലിങ്സ് അനുഭവിച്ചു കൊണ്ടായിരിക്കണം ഈ കാര്യങ്ങൾ എഴുതുവാനും അതുപോലെ തന്നെ ചിന്തിക്കുവാനും. അങ്ങനെ നമ്മൾ തുടർച്ചയായി എഴുതി വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് അത് എന്താണെങ്കിലും, ജോലിയാണോ, കാറാണോ, പണയപ്പെടുത്തിയ സ്വർണം തിരിച്ചെടുക്കുവാനാണോ, കൊടുത്ത പണം തിരികെ കിട്ടുവാനാണോ, ശമ്പള വർധനവാണോ, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയാണോ, അത് എന്തും ആയിക്കോട്ടെ, അതെല്ലാം തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, 21 ദിവസവും ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ തുടർച്ചയായി എഴുതുക. 21 ദിവസം കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ എഴുതിക്കൊണ്ടിരിക്കുന്നത് നിർത്തരുത്. 21 ദിവസം പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതുപോലെ തന്നെ 21 ദിവസത്തിന് ശേഷം വീണ്ടും വേറെ ഏതെങ്കിലും ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാനായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾ വീണ്ടും ഇങ്ങനെ എഴുതി തുടങ്ങാവുന്നതാണ്. ഇനി നമ്മൾ എഴുതിയ പുസ്തകങ്ങൾ കീറിക്കളയണോ, അല്ലെങ്കിൽ നമുക്ക് എടുത്തു വെച്ചാൽ എന്തെങ്കിലും ദോഷമുണ്ടോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ തുടർച്ചയായിട്ട് ഓരോ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്യുമ്പോഴും ഈ പുസ്തകമോ ഡയറിയോ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ പലർക്കും സംശയമുണ്ടാകും, ഇത് വൈകുന്നേരം ചെയ്യാവോ എന്ന്. ഇത് രാവിലെ ചെയ്താലാണ് അതിൻ്റെ ഫലം നമ്മളിലേക്ക് കൂടുതലായി എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് തന്നെ ഇങ്ങനെ എഴുതുവാനായിട്ട് ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്ത സമയത്ത് ചെയ്യുന്ന ഏതൊരു കാര്യങ്ങൾക്കും അതിൻ്റെ പൂർണ്ണ ഫലം ഉറപ്പാണ്. ഇതിന് കുളിക്കണമെന്നോ അതുപോലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കണമെന്നോ എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട. ഉറങ്ങി എഴുന്നേൽക്കുക, നമ്മൾ പ്രാർത്ഥനകൾ ഏതാണോ സാധാരണ അത് ചൊല്ലുന്നത് അത് ചൊല്ലുക. അതിനുശേഷം നിങ്ങളുടെ തലയിണയ്ക്ക് താഴെ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന ഈ നോട്ട് പുസ്തകമോ ഡയറിയോ എടുത്ത് നിങ്ങൾക്ക് ഇതുപോലെ എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫലം കൊണ്ടുതരുന്ന ഒരു മെത്തേഡാണ്. ഒരു ദിവസത്തിൽ 21 തവണ എഴുതുമ്പോഴേക്കും തന്നെ 21 ദിവസത്തിൽ നമ്മൾ ആഗ്രഹിച്ചത് അത് എന്തും തന്നെ ആയിക്കോട്ടെ, അതെല്ലാം തന്നെ ഈ പ്രപഞ്ചം നമ്മളിലേക്ക് കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, സ്വിച്ച് വേർഡുകൾ, താന്ത്രികങ്ങൾ, വഴിപാടുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.